അപ്പൊ ഏറെക്കുറെ എല്ലാം കഴിഞ്ഞ മട്ടാണ്. നെക്സ്റ്റ് വീക്ക് ഫെബ്രുവരി 19 ഫെബ്രുവരി 21 ഇടയ്ക്ക് സിനിമ റിലീസ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം CBFCയുടെ നിർദ്ദേശപ്രകാരം കെവിൻ പ്രൊഡക്ഷൻസ് കോർട്ടും കേസുകളും കാര്യങ്ങളൊക്കെ വാപ്പസ് വാങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പൊ അറിയാൻ കഴിയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇനി പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അവർ അടുത്തായിട്ട് റീസെൻസറിങ്ങിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും സിനിമ. അത് അവിടുത്തെ റിലീസിംഗ് കമ്മിറ്റി റിവ്യൂ ചെയ്തതിന് ശേഷം 6 ദിവസത്തിനകത്ത് സർട്ടിഫിക്കറ്റും ഇഷ്യൂ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ഒരാഴ്ചക്കകത്ത് ഒരു ഡേറ്റും കൂടെ ലോക്ക് ചെയ്ത് അവർക്ക് റിലീസും അനൗൺസ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫെബ്രുവരി 19 അല്ലെങ്കിൽ 21 ഈ 3 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും മിക്കവാറും സിനിമ റിലീസ് ചെയ്യാൻ ചാൻസ് കൂടുതൽ. കാരണം അവർക്ക് ഇനി വേറെ വഴികളൊന്നുമില്ല. ഇവർ പറയുന്നത് കേട്ടേ പറ്റൂ. അല്ലാത്ത പക്ഷം കേസും കോടതിയും കാര്യങ്ങളും പോയാൽ 8 മാസത്തോളം നീളുമെന്നാണൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ വർഷം തന്നെ സിനിമ റിലീസ് ചെയ്യൂല. അപ്പോൾ നിർമ്മാതാവിന്റെ നഷ്ടം ഒരുപാടാവും. അതുകൊണ്ട് അവരിപ്പോ ഇവരുടെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്നല്ലാതെ വേറെ വഴികളൊന്നുമില്ല. കാരണം ഇലക്ഷനും വരെയാണ്. അപ്പൊ പിന്നെ ജൂൺ കഴിഞ്ഞ് വീണ്ടും സിനിമ റിലീസ് ചെയ്യാനേ പറ്റൂ. കാരണം ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ അതും പോയും. അതുകൊണ്ട് ഫെബ്രുവരി ഈ മാസം തന്നെ ആയിരിക്കും സിനിമ റിലീസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ചാൻസ് കൂടുതൽ. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കേസൊക്കെ വാപ്പസ് ചെയ്ത അവസ്ഥയ്ക്ക് സിനിമ റിലീസ് ചെയ്യാൻ സാധ്യത ഉണ്ട്.